സ്റ്റാർട്ടായല്ലോ. ഹല്ലേലൂയാ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. രാജാതിരാജാവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് സ്തോത്രം. അറകപ്പെട്ട കുഞ്ഞാടിന് സ്തോത്രം 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 സ്തോത്രം. സ്തുതികളിന്മേൽ വസിക്കുന്നവന് സ്തോത്രം. ആരാധന പ്രിയന് സ്തോത്രം 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 സ്തോത്രം. പിതാവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. പിതാവിന് സ്തോത്രം 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 സ്തോത്രം. അറക്കപ്പെട്ട കുഞ്ഞാടിന് സ്തോത്രം. സ്തുതികളിൽ മേൽ വസിക്കുന്നവന് സ്തോത്രം. ആരാധന പ്രിയന് സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അറക്കപ്പെട്ട കുഞ്ഞാടിന് സ്തോത്രം. സ്തുതികളിൽ മേൽ വസിക്കുന്നവന് സ്തോത്രം. ആരാധന പ്രിയന് സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവേ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് മഹത്വം 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 മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് ചീഫ് അഡ്മിൻ സിസ്റ്റർ റോസ്ലിൻ സുരേഷ്, ഗ്രൂപ്പ് അഡ്മിൻസ്, ഗ്രൂപ്പ് മെമ്പേഴ്സ്, മാന്യ ശ്രോതാക്കൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ പരിശുദ്ധനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഈ വൈകിയ സമയത്ത് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയൊരു ശുശ്രൂഷയ്ക്ക് അവസരം തന്ന ദൈവത്തെ ഞാൻ വാഴ്ത്തുകയും അതിന് മുഖാന്തരമായിട്ട് തീർന്ന ചീഫ് അഡ്മിൻ സിസ്റ്റർ റോസ്ലിൻ സുരേഷിനും സഹപ്രവർത്തകർക്കും എൻ്റെ നന്ദിയെ ഞാൻ പ്രാരംഭമായി അറിയിക്കുകയും ചെയ്യുന്നു. വാത്സല്യ ദൈവദാസി എന്നോട് ഇന്ന് വൈകിട്ട് ഇങ്ങനെയൊരു ശുശ്രൂഷ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ബഹുമാനപുരസ്സരം അത് ഏറ്റെടുക്കുകയും ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം എനിക്കൊരു വാക്യം തന്നു. ആ വാക്യം വായിച്ച് ദൈവം തരുന്ന ചിന്തകൾ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഷെയർ ചെയ്ത് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അതിനായിട്ട് 2 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യം ഞാൻ വായിക്കുന്നു. ദൈവം ജനത്തിന് ഒരുക്കിക്കൊടുത്തതിൽ ഹിസ്കിയാവും സകല ജനവും സന്തോഷിച്ചു. കാര്യം ക്ഷണത്തിലല്ലൂ നടന്നത്. വീണ്ടും വായിക്കുന്നു. ദൈവം ജനത്തിനെ ഒരുക്കിക്കൊടുത്തതിൽ ഹിസ്കിയാവും സകല ജനവും സന്തോഷിച്ചു. കാര്യം ക്ഷണത്തിലല്ലൂ നടന്നത്. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നന്നായി ടച്ച് ചെയ്ത ഒരു ഭാഗമാണ്. ഞാനിത് ആവർത്തിച്ച്
ഈ അധ്യായം വായിപ്പാനിടയായി തീർന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ ക്ഷണത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ കാരണം താൻ ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥനാപൂർവം ചിട്ടയോടെ വ്യവസ്ഥയോടെ പ്രാർത്ഥിച്ച് ദൈവത്തിന് പ്രസാദമുള്ള ചില കാര്യങ്ങൾ ചെയ്തു എന്നെനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. താൻ ഈ ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ സാഹചര്യം വളരെ പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം വായിക്കുന്ന നമുക്കറിയാം, തൻ്റെ അപ്പനായ ആഹാസ് ദൈവത്തെ വേദനിപ്പിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച് ദൈവത്തിന് പ്രസാദമില്ലാത്ത ചെയ്ത് അതേ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 4, 5 വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തിന് പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത കൽപ്പനകളും പ്രമാണങ്ങളെല്ലാം നിരസിച്ച് യാതൊന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്, ഒരു വിഗ്രഹത്തെയും സേവിക്കരുത്, നമസ്കരിക്കരുത് എന്ന് പറഞ്ഞ സ്ഥാനത്ത് തൻ്റെ പിതാവും കൂട്ടരും വിഗ്രഹത്തെ സേവിപ്പാനും ബിംബത്തിന് ബലിയർപ്പിക്കുവാനും തുടങ്ങി. ദൈവത്തിന് അനിഷ്ടമായുള്ള കാര്യങ്ങൾ ചെയ്തു. ദൈവത്തിന് വളരെ ദുഃഖമായി തീർന്നു. ആയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, സർവശക്തനായ ദൈവം അവരെ പരിഹാസത്തിനും നിന്ദയ്ക്കും അമ്പരപ്പിനും ഒക്കെ ഇടയാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ പിതാക്കന്മാർ വാളിനാൽ നശിച്ചു. ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാരുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഒക്കെ പ്രവാസത്തിലായി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ആഹാസിൻ്റെ മകനായ യെഹിസ്കിയാവ് ശുശ്രൂഷയ്ക്കായി എഴുന്നേൽക്കുന്നത്. 29-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ 25-ാമത്തെ വയസ്സിൽ ഹിസ്കിയാവ് വാഴ്ച തുടങ്ങി. 29 വർഷം താൻ വാണു. തൻ്റെ അമ്മയുടെ പേര് അബിയ എന്നും അമ്മയുടെ പിതാവിൻ്റെ പേര് സക്കരിയാവെന്നും അവിടെ രേഖപ്പെടുത്തിയിട്ട് 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഹിസ്കിയാവ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്തു. പ്രവാചകനായ മലാഖി 1:9 വായിക്കുന്നു, ഓർപ്പിക്കുന്നു, ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊള്ളുവിൻ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, ദൈവാനുഗ്രഹം നമുക്ക് പ്രാപിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ദൈവത്തെ പ്രസാദിപ്പിച്ചേ പറ്റുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ ദൈവദാസൻ ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തിച്ചത്? 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അപ്പനടച്ച ആലയത്തിൻ്റെ വാതിൽ മകനായ യെഹിസ്കിയാവ് തുറന്നു. നാളുകളായിട്ട് ആരാധനയില്ലാതെ, പുരോഹിതന്മാർ കൂടി വരാതെ, വിശ്വാസികൾ കൂടി വരാതെ, സ്തോത്രയാഗമർപ്പിക്കാതെ, പാട്ടില്ല, പ്രാർത്ഥനയില്ല, യാഗമില്ല, ഇതെല്ലാം തൻ്റെ പിതാവ് തകർത്ത് കളഞ്ഞു. യാഗപീഠം ഇടിച്ചു കളഞ്ഞു. നിലവിളക്ക് കെടുത്തിക്കളഞ്ഞു. ആലയമടച്ചു. ആ സ്ഥാനത്ത് തൻ്റെ മകൻ അതേ ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റപ്പോൾ ആദ്യം ചെയ്തത് അടഞ്ഞു കിടന്ന ആലയത്തിൻ്റെ വാതിൽ തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയവാതിൽ കർത്താവിന് വേണ്ടി തുറന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചിലത് ക്ഷണത്തിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹിസ്കിയാവ് തൻ്റെ ജീവിതത്തിൽ ക്ഷണത്തിൽ കാര്യം നടക്കാൻ ആദ്യം ചെയ്തത് അടഞ്ഞു കിടന്ന ആലയത്തിൻ്റെ വാതിൽ തുറന്നു. എനിക്ക് വിശദീകരിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലോ, സമയക്കുറവുകൊണ്ട് മുമ്പോട്ട് പെട്ടെന്ന് പോവുകയാണ്. കമ്പിവാചകം പോലെ ഞാൻ പറഞ്ഞു വിടുകയാണ്. 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 2-ാം വാക്യമല്ല, 2-ാമത്തെ പോയിന്റ് 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, താൻ ആലയത്തിൻ്റെ വാതിൽ തുറന്നതിന് ശേഷം അറ്റകുറ്റപ്പണി തീർത്തു. ഞാൻ പറഞ്ഞല്ലോ, യോഗം നടക്കാതെ, പുരോഹിതന്മാർ കടന്നു വരാതെ,
ശുശ്രൂഷ നടക്കാതെ വിശ്വാസികൾ കടന്നു വരുതാതെ അടഞ്ഞു കിടക്കുന്ന ഈ ആലയം താൻ തുറന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ സാഹചര്യത്തിൽ ഇവിടെ ഒരു ശുശ്രൂഷ നടക്കത്തില്ല, ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല, യാഗമർപ്പിക്കുവാൻ പറ്റത്തില്ല. ആലയത്തിന് ചില അറ്റകുറ്റപ്പണിയുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. നിങ്ങൾ ഭാവനയിൽ കണ്ടുകൊള്ളുക, ഞാൻ ചിന്തിക്കുന്നു. അതേ ആലയത്തിൻ്റെ അകം മുഴുവൻ ചിലന്തി വല കെട്ടിക്കാണും, പൊടിപടലങ്ങൾ കാണും, ജനച്ചില്ലകളൊക്കെ പൊട്ടിപ്പോയി കാണും, തറയൊക്കെ വിണ്ടുകീറി കാണും, ചോർച്ചയുണ്ടായിരിക്കും. ഞാനതൊക്കെ അങ്ങ് കാണുകയാ. ഇതെല്ലാത്തിനും ജീവികളുടേതായ വിസർജ്യങ്ങളും കാണും. ദൈവത്തിന് സ്തോത്രം. അപ്പം താൻ ഒരു കാര്യം ചെയ്തു, അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ദൈവസനിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പൽക്കാലം ഞാൻ ചോദിക്കട്ടെ, വാത്സല്യമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവമായി വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്ര നാളായി? പ്രൈസലോ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യേണ്ട അറ്റകുറ്റപ്പണി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് വരെ പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ അകത്തെ മനുഷ്യൻ ദൈവമായിട്ടൊരു രമ്യതയിൽ വരുമ്പോൾ നിന്റെ പുറത്തെ മനുഷ്യന് ആരോഗ്യമുള്ളവനായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ആത്മാവും ജഡവും തമ്മിൽ എന്നും ശത്രുത്വമാണ്. ഏതിന് ഭക്ഷണം കൊടുക്കുന്നുവോ അത് ജീവിക്കും. ആത്മീയന്റെ ഭക്ഷണം പ്രാർത്ഥന, വചനധ്യാനം, ആരാധന. ജഡീകന്റെ ഭക്ഷണം പൊറോട്ട, ഇറച്ചി. പ്രൈസലോ. ഇവിടെ ദൈവദാസന്റെ ജീവിതത്തിൽ കാര്യം ക്ഷണത്തിൽ നടക്കുവാൻ തക്കവണ്ണം താൻ രണ്ടാമത് ചെയ്തതെന്താണെന്നറിയാമോ? അറ്റകുറ്റപ്പണി തീർത്തു. ഇന്നു പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, വ്യക്തിപരമായി, കുടുംബപരമായി, ദൈവദാസന്മാരെ സഭയായി അറ്റകുറ്റപ്പണി തീർക്കുവാൻ നമ്മെ ദൈവസനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ക്ഷണത്തിൽ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവശക്തനാണെന്നുള്ള കാര്യം ഇന്ന് ഈ വൈകിയ സമയത്ത് ഞാൻ വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. മുമ്പോട്ട് പോകട്ടെ. മൂന്നാമതായി താൻ ചെയ്തെന്താണെന്നറിയാമോ? 5-ാം വാക്യം, വിശുദ്ധീകരണം വരുത്തി. ആലയം വിശുദ്ധീകരിച്ചാൽ പോരാ, ആലയത്തിൽ ആരാധിക്കാൻ വരുന്നവരും വിശുദ്ധീകരണം പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധിയെ കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. പ്രൈസലോ. വാത്സല്യമുള്ളവരെ, നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ ലോകക്കാരാകരുത്. ദൈവത്തിന് സ്തോത്രം. വള്ളം വെള്ളത്തിലാണ് ഓടുന്നത്, പക്ഷേ വള്ളത്തിനകത്ത് വെള്ളം കയറരുത്. ദൈവത്തിന് സ്തോത്രം. ആലയം വിശുദ്ധമാണ് ആയിരിക്കണം. ആലയം കെട്ടിയടച്ച ഒരു തോട്ടമാണ്. ആലയത്തിൽ കയ്പില്ല, ഇടർച്ചയില്ല, പക്ഷപാതമില്ല, ഒന്നുമില്ല. അതുണ്ടാകരുത്. ഉണ്ടായാൽ ഓർത്തുകൊള്ളണം, എവിടെയോ അശുദ്ധി കടന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വേൽക്കാലം ദൈവദാസൻ ചെയ്തതെന്താണെന്നറിയാമോ? ആലയത്തിന്റെ വാതിൽ തുറന്നു, അറ്റകുറ്റം തീർത്തു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താൻ പ്രാർത്ഥനാപൂർവ്വം ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. ആലയം വിശുദ്ധീകരിക്കുകയാണ്, തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്. തൻ്റെ കൂടെയുള്ളവരെ എല്ലാം താൻ വിളിച്ചു വരുത്തി. നമ്മുടെ പിതാക്കന്മാർ തെറ്റ് ചെയ്തു, അന്യപ്പെട്ടു പോയി, സർവശക്തനായ ദൈവത്തെ കോപിപ്പിച്ചു. നമ്മൾക്ക് വിശുദ്ധീകരണം പ്രാപിക്കണം. പ്രൈസലോ. ഇവിടെ ഇതാ വിശുദ്ധീകരണം വരും. 4-ാമത് അതിന്റെ 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു, നിയമം ചെയ്തു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സമയം 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം എൻ്റെ ഉള്ളത്തിൽ ദൈവാത്മാവ് നൽകുകയാണ്. ദൈവത്തിന് സ്തോത്രം. അകത്തു നിന്നും പുറത്തുനിന്നും ഒരുപോലെ ഹന്ന നിന്നയും പരിഹാസവുമേറ്റ് നോട്ടത്തിലൂടെ, ഭാവത്തിലൂടെ, സഹകരണത്തിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെയൊക്കെ പ്രതിയോഗി തന്നെ വേദനിപ്പിക്കുമ്പോൾ സഹികെട്ടയ ദൈവദാസി ആലയത്തിൽ വന്ന് ദൈവത്തിന് സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. മനോവ്യസനത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, നിയമം ചെയ്യുന്നു. ദൈവമേ, നീ എനിക്കൊരു പുരുഷ സന്താനത്തെ നൽകിയാൽ ഞാൻ അതിനെ ജീവപര്യന്തം നിനക്ക് സമർപ്പിക്കും. അവൻ്റെ തലയിൽ ഞാൻ ക്ഷൗരക്കത്തി തൊടുകയില്ല. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് കുഞ്ഞിനെ സമർപ്പിക്കും. യുടമനഹന്തരജിബാരികമന. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാതെ നീ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ മറുപടി ലഭിക്കാതിരിക്കുന്നുവെങ്കിൽ
ഈ സന്ധ്യാസമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ, വാതിൽ തുറന്ന് അറ്റകുറ്റപ്പണി തീർത്ത് നിയമം ചെയ്ത് വിശുദ്ധീകരണം വരുത്തി നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് വെച്ചുകൊള്ളുക. ഈ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് ക്ഷണത്തിൽ നിന്റെ ജീവിതത്തിൽ ദൈവം ചിലത് ചെയ്യും. വിശ്വസിക്കണം. ന്യായാധിപന്മാർ 11:30-31 വാക്യങ്ങൾ ദൈവാത്മാവിനെ ഓർപ്പിക്കുന്നു. അർഹതയില്ലാതിരുന്ന സ്ഥാനത്ത് അനർഹമായ വിളിയും തെരഞ്ഞെടുപ്പും ഇബ്താഹിന് ദൈവം കൊടുത്ത ഇസ്രായേലിന്റെ ന്യായപാലകനായി തന്നെ ദൈവം എഴുന്നേൽപ്പിച്ചു. ശത്രുക്കളുടെ അതേ പ്രതികരണങ്ങൾ നിമിത്തം താൻ വളരെ ദുഃഖിച്ചു. അമ്മോന്യരെപ്പോഴും യുദ്ധം ചെയ്തു വരികയാണ്, ശല്യം ചെയ്യുകയാണ്. സഹികെട്ടപ്പോൾ താൻ ദൈവത്തോട് നിയമം ചെയ്തു പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ഈ അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ പോകാൻ ആഗ്രഹിക്കുന്നു, അയക്കണമേ. യുദ്ധം ചെയ്ത് എനിക്ക് അങ്ങ് ജയം തരികയാണെങ്കിൽ ഞാൻ മടങ്ങി വരുമ്പോൾ എന്നെ എതിരേക്കുന്ന വ്യക്തി ആരായിരുന്നാലും ഞാൻ ഹോമയാഗം കഴിക്കും. ദൈവം പ്രാർത്ഥന കേട്ടു, വിജയം കൊടുത്തു. നമുക്ക് സുപരിചിതമുള്ള ഒരു വേദഭാഗം എൻ്റെ മനസ്സിൽ വരുന്നു. ഉൽപ്പത്തി 28, 20, 21, 22 വാക്യങ്ങൾ. അപ്പനെ കളിപ്പിച്ച് ജ്യേഷ്ഠനെ കളിപ്പിച്ച് യാക്കോബ് അമ്മാച്ചൻ്റെ ഭവനത്തിലേക്ക് ഓടിപ്പോകുന്ന വേളയിൽ സന്ധ്യാസമയമായി സൂര്യൻ അസ്തമിച്ചു. താനൊരു കല്ലെടുത്ത് വെച്ച് തലണയായി വെച്ച് കിടന്നുറങ്ങി. അതേ ഉറങ്ങുമ്പോൾ താനൊരു സ്വപ്നം കാണുകയാണ്. ഭൂമി മുതൽ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി, ദൈവത്തിൻ്റെ ദൂതന്മാർ അതേ ഇറങ്ങുന്നു, കയറുന്നു. ഒരു കാഴ്ച, ഒരു സ്വപ്നം താൻ കാണുകയാണ്. വീളിയുള്ളവർ എവിടെ ചെന്നാലും ദൈവീക സാന്നിധ്യം അനുഭവിക്കും. നിന്റെ അകത്ത് കത്തലുണ്ടെങ്കിൽ അത് പുറത്തു വരും. നിന്റെ അകത്ത് ദർശനമുണ്ടെങ്കിൽ പുറത്ത് ദൈവിക സ്പർശനമുണ്ടാവും. പ്രിയമുള്ളവരെ, ഇന്ന് പൽക്കാലം ശ്രദ്ധിക്കുക. നിയമം ചെയ്തു, ഹിസ്കിയാവ് നിയമം ചെയ്തു. അടുത്തത് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോകട്ടെ. യാഗം കഴിക്കുവാൻ താൻ തീരുമാനിച്ചു. 27 വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നു, അപ്പൻ ഇടിച്ച യാഗപീഠം പണിയുകയാണ്. എവിടെ ഇടിവുകൾ സംഭവിച്ചോ, ഏതെല്ലാം കല്ലുകൾ ഇളകിപ്പോയോ, കല്ലുകളെല്ലാം എടുത്തു വെച്ച് പുതുക്കി പണിയുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്നേഹത്തിൻ്റെ കല്ല് ഇളകിപ്പോയിട്ടുണ്ടെങ്കിൽ അതെടുത്തു വയ്ക്കണം. പ്രാർത്ഥനയുടെ കല്ല് ഇളകിപ്പോയിട്ടുണ്ടെങ്കിൽ അതെടുത്തു വയ്ക്കണം. ആരാധനയുടെ കല്ല് ഇളകിപ്പോയിട്ടുണ്ടെങ്കിൽ അതെടുത്തു വെക്കണം. അമ്മായിയമ്മയോട് സംസാരിച്ചിട്ട് എത്ര നാളായി? അയൽവാസിയോട് സംസാരിച്ചിട്ട് എത്ര നാളായി? മരുമക്കളോട് മിണ്ടിയിട്ട് എത്ര നാളായി? ഇടിവുകൾ സംഭവിച്ചിടത്തെല്ലാം ഇടിഞ്ഞ കല്ലുകൾ പെറുക്കിയെടുത്ത് വെക്കണം. ദമസ്കോസിന്റെ പടിക്കൽ വെച്ച പൗലോസ് ദൈവത്തെ കണ്ട് താൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ എത്ര ജനത്തെ, എത്ര കുടുംബങ്ങളെ, വ്യക്തികളെ താൻ ജയിലിലടച്ചോ, നശിപ്പിച്ചോ, അവരെയെല്ലാം ക്രിസ്തുവിന് വേണ്ടി നേടിക്കൊണ്ടാണ് തൻ്റെ മിഷണറി യാത്ര താൻ തുടർന്നത്. എൻ്റെ ഭാഷ പറഞ്ഞ ഏതെല്ലാം കയ്യാല താൻ ഇടിച്ചോ, ആ ഇടിച്ച കയ്യാലയുടെ കല്ലല്ല, അതേ കല്ല് തന്നെ പെറുക്കി വെച്ച് പുതിയ കയ്യാല പണിതാണ് താൻ തൻ്റെ സുവിശേഷ യാത്ര തുടർന്നു പോയത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇതാ ഹിസ്കിയാവ് യാഗം കഴിക്കുവാൻ തീരുമാനിച്ചു. യാഗപീഠം പുതുക്കി പണിതു. അപ്പൻ ഇടിച്ചതാ. നിങ്ങൾ ഭാവനയിൽ കണ്ടുകൊള്ളുക. ഒരു 200 കിലോ തൂക്കമുള്ള ഒരു വലിയ കാള, കുത്തുന്ന കൊമ്പുള്ള, തൊഴിക്കുന്ന കാലുള്ള, ആട്ടുന്ന പാലുള്ള, തുറിച്ചു നോക്കുന്ന കണ്ണുള്ള, നല്ല തൊലിക്കട്ടിയുള്ള ഈ 200 കിലോ ഭാരം വരുന്ന ഈ കാളയെ പുരോഹിതൻ കഴുത്തെ കയറിട്ട് അതേ പിടിച്ചു വലിച്ചുകൊണ്ട് യാഗപീഠത്തിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അവിടെ വന്ന് വ്യവസ്ഥപ്രകാരം താൻ ആ കുറ്റിയോട് ചേർത്ത് കെട്ടും. എന്തിനാണ് കുറ്റിയോട് ചേർത്ത് കെട്ടുന്നതെന്ന് അറിയാമോ? യാഗം കഴിക്കുന്ന സ്ഥലമായതുകൊണ്ട്, രക്തത്തിൻ്റെ ഗന്ധം വളരെ ഉള്ളതുകൊണ്ട്, അവിടെ ഇതാ ദൈവത്തിന് സ്തോത്രം, ഇത് വേളി പിടിക്കുവാൻ സാധ്യത, വെരുളുവാൻ സാധ്യതയുള്ളതുകൊണ്ട് കുറ്റിയോട് ചേർത്ത് കെട്ടിയിട്ട് താൻ വ്യവസ്ഥപ്രകാരം കഴുത്തറുക്കുന്നു. രക്തം യാഗപീഠത്തിന് ചുറ്റും തളിക്കുന്നു. എന്നിട്ട് ഹല്ലേലൂയ, അതിൻ്റെ ഹല്ലേലൂയ തോലുരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ പിണ്ടം കീറി ചാണകം മൂത്രമെല്ലാം കളഞ്ഞ് കഴുകി ശുദ്ധീകരിച്ച് മാംസം കഷണമായിട്ട് നുറുക്കി യാഗപീഠത്തിന് മുകളിൽ വയ്ക്കുന്നു. എന്നിട്ട് തീ കൊളുത്തുന്നു. ദൈവത്തിന് മഹത്വം. തീ കൊളുത്തിട്ട് പുരോഹിതൻ മാറിപ്പോകുന്നില്ല. താൻ ഒരു മുൾക്കൊളുത്തും കൈ പിടിച്ചുകൊണ്ട് ഈ യാഗപീഠത്തിന് ചുറ്റും നടക്കുകയാ. അറിയാവുന്ന പുരോഹിതന്മാർ അങ്ങനെയാ.
യാഗപീഠത്തിന് ചുറ്റും നടക്കും. തീ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അബദ്ധവശാൽ ഏതെങ്കിലും കഷണങ്ങൾ തെറിച്ച് പുറത്തു വീണാൽ ഉൾക്കൊളുത്തുപയോഗിച്ച് ഇതെടുത്ത് അല്ലെങ്കിൽ തീക്കകത്തേക്ക് ഇടുകയാണ്. ചില പുരോഹിതന്മാരും പാറ്റുമാരും ഒക്കെ ഉണ്ട്. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിച്ചാരംഭിച്ചിട്ട് അവരെ വിസിറ്റിങ്ങിന് പോകും. സെക്രട്ടറിയോ മറ്റാരേലും ഒരാളെ ഏൽപ്പിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ദിവസങ്ങളിൽ ശുശ്രൂഷയ്ക്കായി പലരെയും പ്രോഗ്രാം ഏൽപ്പിക്കും. അവർ 20-ാം തീയതി വന്നു കഴിഞ്ഞ് ഒരു ഹല്ലേലൂയ നല്ല ഉണർവിയോഗ നടത്തി 21-ാം തീയതി നല്ലൊരു ശാപ്പാടുമൊക്കെ കഴിച്ച് പ്രാർത്ഥന അവസാനിപ്പിക്കും. പരസ്യം 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണെന്ന് ഹല്ലേലൂയ പരസ്യമുണ്ട്. പക്ഷേ ക്ഷണത്തിൽ കാര്യം നടക്കണമെന്നില്ല പ്രിയമുള്ളവരെ. കാരണം ഈ ശുശ്രൂഷയുള്ള ദൈവദാസന്മാർ, ദൈവകൃപയുള്ള ദൈവദാസന്മാർ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ ചിലപ്പോൾ ഭൂതവിളകാൻ സാധ്യതയുണ്ട്. പല പ്രയാസങ്ങളൊക്കെ അവിടെ വരും. ആ വരുമ്പോൾ പുറത്ത് തെറിച്ചു വീഴുന്ന കഷണങ്ങൾ എടുത്ത് തീക്കകത്തിടുവാൻ ആൾ ഉത്തരവാദിത്തപ്പെട്ടവരില്ല. എന്നാൽ ഇവിടെ ഇതാ ഉത്തരവാദിത്തപ്പെട്ട പുരോഹിതൻ ചുറ്റും നടക്കുകയാണ്. അവസാനം ഈ വലിയ കാള, ഞാൻ പറഞ്ഞല്ലോ ഈ വലിയ തൂക്കമുള്ള കാള, 200 കിലോ തൂക്കമുള്ള കാള സപ്പോസ് യാഗമായി കഴിഞ്ഞപ്പോൾ ഒരു പിടിച്ചാരമായി മാറുകയാണ്. 50-ാം സങ്കീർത്തനം 5-ാം വാക്യം, യാഗം കഴിച്ച് നിയമം ചെയ്യുന്ന എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ ചേർത്തു. ഈ ചാരം കൊണ്ടാണ് ദൈവത്തിൻ്റെ സനി മല്ല് പിടിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഏബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ താൻ മൂറിയാമലിലേക്ക് കടന്നുപോയത്. ഇത് നല്ലവണ്ണം അറിയാവുന്ന ദൈവം തമ്പുരാൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ ഒരു വഴിയേ പോയപ്പോൾ അവന് വേണ്ടി മറുവഴിയേ ദൈവം കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. നീ ദൈവത്തെ അനുസരിക്കാമെങ്കിൽ പ്രൈസലോ മറുവഴിയേ വരുമെന്ന് മാത്രമല്ല, ദൈവക്കളെ നിന്റെ തലയിലെ ഒരു രോമം കൊഴിയാൻ എന്നെ തമ്പുരാൻ അനുവദിക്കത്തില്ല. ജുഡമന ഹന്തല ജിബാറിക ദൈവത്തിന് മഹത്വം. ദൈവം തമ്പുരാന്റെ സന്നിധി യാഗം കഴിക്കുകയാണ്. അതോ യാഗം കഴിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗമുണ്ട്. ഈ മൃഗങ്ങളുടെ തോലുരിക്കാൻ പുരോഹിതന്മാർ കുറവായതുകൊണ്ട് സഹോദരന്മാരായ ലേവ്യർ ആ ശുശ്രൂഷ തീരുവോളം പുരോഹിതന്മാരെ, പാസ്റ്റേഴ്സിനെ സഹായിച്ചു. എന്തൊരു സഹകരണം! ശുശ്രൂഷകന്മാരെ വിശ്വാസി മക്കൾ സഹായിക്കുകയാണ്. എന്തൊരു സഹകരണം! നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരൻ അല്ലെങ്കിൽ സഹോദരി സമ്പത്ത് ഉള്ളവരായി തീരുമ്പോൾ, അനുഗ്രഹിക്കപ്പെടുമ്പോൾ, അല്ലെ നീ അസൂയപ്പെടരുത്. ആരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ അയൽവാസി ധനവാനായാൽ നീ അസൂയപ്പെടരുത്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. 2 അല്ലേ ഗുണം ഞാൻ പറയാം. 1, നിന്റെ ആയുസിൽ നീ അവർക്ക് പണം കടം കൊടുക്കേണ്ടി വരത്തില്ല. 2ാമതായിട്ട് കൈ കൊടുക്കുമ്പോൾ അതിൽ വല്ലതും കാണും. പ്രൈസലോ. ഇവിടെ ഇതാ ദൈവദാസന്മാര് ദൈവത്തിന് സ്തോത്രം യാഗം കഴിച്ചു. ദൈവത്തിന് പ്രസാദമായി. ഇവിടെ ഇതാ ദൈവത്തിന് സ്തോത്രം കെഹാഗ്യരും മെരാര്യരും ഹൊശേന്യരും എല്ലാം ഗായക സംഘങ്ങളെല്ലാം കൂടി ഹിസ്കിയാവും കൂടി ദൈവമക്കളെല്ലാവരും കൂടി എഴുന്നേറ്റ് പാട്ടുപാടി ആരാധിക്കാൻ തുടങ്ങിയ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കൂടി ഉപയോഗിച്ചുകൊണ്ടവർ യാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുകയാണ്. നമ്മൾ വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 16 ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ പൗലോസും ശീലാസും കിടക്കുമ്പോൾ അവരിത് അവരുടെ നാവ് മാത്രം ഫ്രീ ഉള്ളൂ. ആ നാവ് ഉപയോഗിച്ചവർ പ്രാർത്ഥിച്ചു തുടങ്ങിയെന്നാ പറയും. നമ്മളൊക്കെ പാടി തുടങ്ങും. പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രാർത്ഥന പാട്ടായി, പാട്ട് ആരാധനയായി, ആരാധന ഉണർവായി, ഉണർവിത വിടുതലിലേക്ക് നയിക്കുകയാണ്. ഇവിടെ ആരാധന അല്ലേ നടക്കുകയാണ്. യാഗം കഴിച്ചു. വലിയ മൃഗം ചാരമായി തീർന്നു. ദൈവത്തിന് പ്രസാദമായി. ദൈവത്തിന്റെ മക്കളെല്ലാവരും കൂടി, ഗായക സംഘം എല്ലാവരും കൂടി രാജാവിനോടൊന്നിച്ച്, ഹിസ്കിയാവിനോടൊന്നിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ തിരുവചനം പറയുന്നു 35-ാം വാക്യം, ആരാധന യഥാസ്ഥാനത്തായപ്പോൾ പ്രിയമുള്ളവരെ, ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്ഷണത്തിച്ചിലത് ചെയ്തു. അത് കണ്ടപ്പോൾ ഹിസ്കിയാവും സകല ജനവും സന്തോഷിച്ചു. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. ഇന്നു പകൽ ഞാൻ കമ്പിവാചകം പോലെ തൊട്ടുപോയതേ ഉള്ളൂ. ഇത് വിശദീകരിച്ച് ശുശ്രൂഷിക്കേണ്ട ഭാഗമാണ്. ദൈവാത്മ പല ചിന്തകളും ആലോചനകളും വചനങ്ങളും എനിക്ക് നൽകുന്നുണ്ടെങ്കിലും ഈ ഒരു ചെറിയ ഷോർട്ട് മെസ്സേജ്
ഇന്ന് മുതൽക്കാലം എൻ്റെ വാത്സല്യമാന്യ ശ്രോതാക്കളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഇതുപോലെ ഈ പ്രവാചകൻ ചെയ്തതുപോലെ നിന്റെ സാഹചര്യം എന്തായിരുന്നാലും, നിന്റെ വിഷയം എന്തായിരുന്നാലും, നിന്റെ പ്രശ്നം എന്തായിരുന്നാലും അതെല്ലാം ഒന്ന് വിട്ടിട്ട് അത് അടഞ്ഞു കിടക്കുന്ന ആലയം ഒന്ന് തുറക്കുവാൻ. കോട്ടേജ് മീറ്റിംഗ് വീട്ടിൽ നടന്നിട്ട് നാളെത്രായി? ആ കോട്ടേജ് മീറ്റിംഗ് നടക്കുവാൻ ഭവനത്തിന്റെ വാതിലൊന്ന് തുറന്ന് അറ്റകുറ്റപ്പണി ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് വിശുദ്ധീകരണം വരുത്തി നിയമം ചെയ്ത് വ്യവസ്ഥ പ്രകാരം യാഗം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട് പൂർണ്ണമായ വിടുതൽ കിട്ടിയില്ലെങ്കിൽ ഇന്ന് വൈകിയ സമയത്ത് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച വിഷയത്തിന് മുമ്പിൽ ക്ഷണത്തിൽ ദൈവം ചെന്ന് ചെയ്യുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസമുള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആ വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കട്ടെ. ദൈവം ജനത്തിനൊരുക്കി കൊടുത്തതിൽ ഹിസ്കിയാവും സകല ജനവും സന്തോഷിച്ചു. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ആ ഹിസ്കിയാവ് രാജാവ് ചെയ്തതുപോലെ പ്രശ്നങ്ങളെ നോക്കാതെ, പ്രതിസന്ധികളെ നോക്കാതെ, അല്ലേ ചിട്ടയോടെ വ്യവസ്ഥയോടെ പ്രാർത്ഥനാപൂർവം ദൈവനിയോഗം അനുസരിച്ച്, ദൈവത്തിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് നമ്മൾ ഏൽപ്പിച്ച ദൗത്യം ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ നാം ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ വാത്സല്യമുള്ളവരെ ഭാരപ്പെടേണ്ട. വിളിച്ചവൻ വിശ്വസ്തൻ. ക്ഷണത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. നല്ല ഉറപ്പെനിക്കുണ്ട്. ആയതുകൊണ്ട് ഈ ദൈവത്തിൽ ആശ്രയിച്ച് ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യാൻ ദൈവത്തിന് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചും അതിനായി പ്രാർത്ഥിച്ചും പ്രത്യേകാൽ എനിക്കിങ്ങനെയുള്ള അവസരം ഒരുക്കി തന്ന വാത്സല്യ സഹോദരി റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ റോസ്ലിൻ സഹോദരിക്കും അവരുടെ സഹപ്രവർത്തകർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ ഇങ്ങനെ ഒരു അവസരം ദൈവം ഞങ്ങൾക്ക് നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം സഹായിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കേട്ട മാന്യ ശ്രോതാക്കളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണമേ. ദൈവാത്മാവരോട് സംസാരിക്കണമേ കർത്താവേ. അടഞ്ഞു കിടക്കുന്ന ആലയത്തിൻ്റെ വാതിൽ തുറന്ന് ഏതെല്ലാം മണ്ഡലങ്ങളിൽ ഞങ്ങൾ വാതിൽ തുറക്കണോ അതെല്ലാം തുറന്ന് അറ്റകുറ്റപ്പണി തീർത്ത് വിശുദ്ധീകരണം ഞങ്ങൾ ചെയ്ത് നിയമം ചെയ്ത് ഹല്ലേലൂയ യാഗം കഴിച്ച് ആത്മാവിൽ എല്ലാവരും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം വെച്ചിരിക്കുന്ന വിടുതൽ ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങെടുക്കും. ഞങ്ങൾ കുറയണം കർത്താവ്, വളരണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.